നേരത്തെ ശിവഗിരി പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം AK ആന്റണി അതിനോട് പ്രതികരിച്ചിരുന്നു. സർക്കാരിന്റെ കൈവശമുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നായിരുന്നു AK ആന്റണി ആവശ്യപ്പെട്ടത്. അത് ഓൾറെഡി നിയമസഭയുടെ വെബ്സൈറ്റിലുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പോലീസ് നടപടിയിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പോലീസ് നടപടിയെ വിമർശിക്കുന്നില്ല. ഒന്നോ രണ്ടോ പോലീസുകാർ ചെയ്ത് മൊത്തം സേനയുടെ ഒരു ആറ്റിറ്റ്യൂഡോ നിലപാടോ കാണാൻ കഴിയില്ല എന്നായിരുന്നു ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി നമ്മളോട് ടെലിഫോൺ ലൈനിലുണ്ട്. സ്വാമി, ഇവിടെ ആ പോലീസ് നടപടി അങ്ങ് ഓർക്കുന്നുണ്ടോ? അതൊരു പോലീസ് സേനയുടെ മൊത്തം ആറ്റിറ്റ്യൂഡായിട്ട് കാണണമോ, അതല്ല ചില പോലീസുകാർ മോശമായി പെരുമാറിയെന്നാണോ? ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലെ അങ്ങ് പിന്തുണയ്ക്കുന്നുണ്ടോ? ശിവഗിരിയില് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കാറുണ്ട്. അന്ന് വിജയിച്ചു വന്ന പ്രകാശൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് കൈമാറ്റം നടത്തേണ്ടതായിരുന്നു. അവർ നടത്തിയില്ല. നടത്താതിരിക്കാൻ അവർ പറഞ്ഞത് വിജയിച്ചു വന്നവര് കാവ്യവൽക്കരണം നടത്തും, സവർണ മേധാവിത്വം വെച്ചു പുലർത്തും, അതുകൊണ്ട് കൈമാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ശിവഗിരിയുമായോ ശ്രീരാമ പ്രസ്ഥാനമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ആളുകളെ ശിവഗിരിയിൽ അണിനിരത്തിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പ്രകാശൻ സ്വാമിയുടെ നേതൃത്വത്തില് കോടതികളിൽ പോവുകയും കോടതികളെല്ലാം സ്വാമിക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. പിന്നീടും അധികാര കൈമാറ്റം നടന്നില്ല. മധ്യസ്ഥ ചർച്ചകൾ നടന്നു. ആ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ബലം പ്രയോഗിച്ച് അധികാര കൈമാറ്റം നടത്തണം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് അധികാര കൈമാറ്റം ശിവഗിരിയിൽ അനിവാര്യമായത്. അപ്പോ അന്ന് അവരെ തടഞ്ഞുകൊണ്ട് ഏറെ ആളുകൾ ശിവഗിരിയിൽ തടിച്ചുകൂടിയിരുന്നു. അവർ ചില അനിഷ്ട സംഭവങ്ങളും ശിവഗിരിയിൽ സൃഷ്ടിക്കും എന്ന് ബോധ്യമായ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു പോലീസ് നടപടിയിലേക്ക് പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്ഥലത്ത് പോലീസ് കയറണമെങ്കിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. അത് ശിവഗിരിയെ സംബന്ധിച്ച് എന്നും ദുഃഖത്തിൽ ആഴ്ത്തുന്ന രൂപത്തിൽ ശ്രീനാരായണ ഭക്തന്മാരെ മാത്രമല്ല ശിവഗിരിയെ സ്നേഹിക്കുന്ന ഏതൊരാളെയും ദുഃഖിക്കുന്ന രൂപത്തിലുള്ള നടപടിയിലേക്ക് പോയി പോലീസിനെ അവിടെ ആരാണോ ക്ഷണിച്ചു വരുത്തിയത് അവരാണ് അതിൽ തെറ്റുകാരായിട്ടുള്ളവർ എന്ന് ഞാൻ മനസ്സിലാക്കും. ഓക്കെ, അങ്ങ് ആ സംഭവത്തിൽ ദൃക്സാക്ഷിയാണെങ്കിൽ അങ്ങനെ ഒരു പോലീസ് അതിക്രമം എന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ? അതിക്രമം എന്നുള്ളതല്ല. ശിവഗിരി അന്നത്തെ ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോ മുഖ്യമന്ത്രിയുടെ അത് സംബന്ധിച്ച പരാമർശത്തെ അങ്ങ് തള്ളിക്കളയുകയാണ്. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുവാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. നന്ദി സ്വാമികൾ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.